ഗുഡ് ഈവനിംഗ്, നമസ്കാരം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. This is Boing Boing. Boing, 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 boing. ജീവിതത്തിൽ രണ്ട് ഘടകങ്ങൾ പ്രധാനമാണ്. ഒന്ന് പരിശ്രമം, ഒന്ന് ഭാഗ്യം. ചില ആൾക്കാർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് അവർ വിചാരിക്കുന്ന ലെവലിലൊക്കെ ചെന്നെത്തുന്നുണ്ട്. അവർ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമ്മൾ പറയും അവർക്ക് ഭാഗ്യം ഇല്ലെന്നുണ്ടെങ്കിലും അവർ കഠിനാധ്വാനം ചെയ്ത് രക്ഷപ്പെടുന്നുണ്ട്. ചില ആൾക്കാർ പരിശ്രമത്തിനാണ് അവിടെ സ്കോപ്പ് ഉള്ളത്. പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങൾ തന്നു ഈശൻ നമ്മെ പാലിലേക്ക് അയച്ചു. ഇതൊക്കെ എവിടെ കൊണ്ടുവരുന്നത്? ഇതൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്, എടുക്കാൻ സമയം കിട്ടായിട്ടാ. ചില ആൾക്കാർ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു. അപ്പൊ നമ്മൾ പറയും അറിയാം നിനക്ക് ഭയങ്കര ഭാഗ്യമാണ്, കാരണം നീ ഒരു പരിശ്രമം ഇല്ലെന്നുണ്ടെങ്കിലും നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പറയാം കളിക്ക് തമാശയ്ക്ക് പറയുന്നുണ്ട് നീ ഇപ്പൊ ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കും. എന്നാൽ നമ്മുടെ ഈ വേദിയിൽ ഭാഗ്യവും പരിശ്രമവും തമ്മിലുള്ള ഒരു മത്സരമാണ്. ഇവിടെ ഭാഗ്യമാണോ വിജയിക്കുന്നത്, പരിശ്രമം കൊണ്ടാണോ വിജയിക്കുന്നത്, നമുക്ക് കാത്തിരുന്ന് കാണാം. രണ്ട് കട്ടക്ക് നിൽക്കുന്ന മത്സരങ്ങളാണ് ബോയിങ് ബോയിങ്ങിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. So once again welcome to a brand new episode of ബോയിങ് ബോയിങ്. അപ്പൊ ബോയിങ് ബോയിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുന്ന മിടുക്കികളെ ഒന്ന് പരിചയപ്പെട്ടാലോ? ടീം എയിലും ടീം ബിയിലും പ്രേക്ഷകരിൽ നിന്ന് പതുപോലെ ഇവിടെ നല്ല കുറച്ച് ചുണക്കുട്ടികൾ മിടുക്കികൾ ഇവിടെ അണിനിരന്നിരിപ്പുണ്ട്. നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ട ടീം എ ആണ്. ടീം എയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നു. ആ കുട്ടിയുടെ പേരാണ് നീതു ചന്ദ്രൻ. ഞാൻ പറയുന്നതിന് മുന്നേ ഇങ്ങോട്ട് പറയുകയാണ്. നീതു, that's the spirit. നീതു വെൽക്കം. നീതു ചന്ദ്രൻ. ചന്ദ്രേട്ടൻ എവിടെയാ? വീട്ടിലാ. എന്ത് ചെയ്യുന്നു ചന്ദ്രേട്ടൻ? അച്ഛന് വീട്ടില് കടയാ. വീട്ടില് കടയോ? ആ. വീട്ടില് കട വെച്ചിട്ട് എന്താ കാര്യോ? അല്ല, വീട്ടിലാവുമ്പോ നമുക്ക് വാടക കൊടുക്കണ്ടല്ലോ. സൂരജ്, അപ്പൊ വീട് തേടി ആള് വരും. സൂരജ്, ടീം എയെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം ഇവരെല്ലാരും ശ്രീപത്മനാഭന്റെ നാട്ടിൽ നിന്നാണ്, അതായത് എന്റെ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ട്രിവാൻഡ്രം. 3 പേരും ട്രിവാൻഡ്രത്താണ്. നീതു ആറ്റുകാൽ അമ്പലത്തിനടുത്താണ്. അമ്പലത്തിന്റെ അടുത്താ. എന്തൊരു പറയണ്? എന്താ അങ്ങനെയൊക്കെ പോണ്. ഓ അങ്ങനെയൊക്കെ പോണ്. വോ നീതു ആറ്റുകാൽ അമ്പലത്തിലൊക്കെ സ്ഥിരമായിട്ട് പോകാറുണ്ടോ? ആ, അമ്പലത്തിൽ ഈ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിട്ട് അമ്പലത്തിൽ വല്ല നേർച്ച നേർന്നു? അങ്ങനെയൊന്നുമില്ല, ദൈവം അനുഗ്രഹം കാണും. നീതുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒന്നാം തരം ഡാൻസർ ആണ്, പാട്ട് പാടും, എല്ലാം ചെയ്യും. സ്കേറ്റർ ആണ്, സ്കേറ്റർ. സ്കേറ്റർ ആണ്. ഓക്കെ, ഡാൻസർ അല്ലേ? ഒരു പാട്ട് ഒന്ന് ഡാൻസ് കളിക്കാൻ പറ്റുമോ? ആ, കളിക്കാം. ഓക്കെ, എന്നാ വാ. കം ഓൺ. നീതു, ആരാ കൂടെ വന്നിരിക്കുന്നത്? മമ്മിയാ വന്നിക്കുന്ന. അമ്മ ആരാണ്? അമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ അയ്യോ ഞാനല്ല. എന്താ എനിക്ക് തോന്നുന്നു മോള് മത്സരിക്കുന്ന കണ്ടിട്ട് അമ്മ പേടിച്ചിരിക്കുകയാണ്. അമ്മ ആന്റിയുടെ പേരെന്താണ്? നീതു റിനിത. അമ്മയ്ക്ക് കിടിലം പേര്. മോക്ക് പഴയ പേര്, അമ്മയ്ക്ക് പുതിയ പേര്. അതാണ് വെറൈറ്റി പേര് അമ്മക്കാണ്. ഓക്കെ, അമ്മ ബോയിങ് ബോയിലേക്ക് സ്വാഗതം. എന്താണ് മോള് ഇപ്പൊ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അഭിപ്രായം? നല്ല അഭിപ്രായം. പ്രോഗ്രാം കാണാറുണ്ട്, ഷോ കാണാറുണ്ട്. എങ്ങനത്തെ ഡാൻസാ കളിക്കുന്നത്? ക്ലാസിക്കലാണോ? ക്ലാസിക്കലല്ല. ഏത് പിള്ളേർ ഒരുവിധ ഡാൻസ് വെച്ചാൽ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഈ നീതു കളിക്കുന്ന ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ നീതു ഒരു 16 സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഇവിടുന്ന് തുള്ളുമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഈ തട്ട് പൊളിയൊന്നും. നമുക്ക് ഈ എനർജി ഇവിടെ വേണം. എനർജി ഇവിടെ കുറച്ച് മല്ലന്മാർ ഇരിപ്പുണ്ട്, ഇവന്മാരെ മേലെ പ്രയോഗിക്കാം. നീതു നല്ലൊരു കൈ പ്ലീസ്. സൂപ്പർ. നിങ്ങളുടെ ടീമിലെ നീതു ആള് പുലിയാണ്. അളിയ, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ടീം എയിൽ ആദ്യത്തെ ആളെ പരിചയപ്പെടുത്തിയ അയാളുടെ എനർജി എന്ന് വെച്ചാൽ ഡബിൾ മടങ്ങാണ്. ആ എനർജി ഇവിടെ തീർന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഗ്യം. ഓക്കെ, അടുത്ത് ആ എനർജിയോട് കൂടി തന്നെ നമുക്ക് ടീം എയിൽ അടുത്ത ആളെ പരിചയപ്പെടാം. ദാറ്റ് ഈസ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, നിങ്ങൾ 3 പേരും തിക് ഫ്രണ്ട്സ് ആണ്. നീതുവിന്റെ എനർജി കണ്ടു. നിങ്ങൾ ഈ കോളേജിലേക്ക് ഇതുപോലെ ഡാൻസും ഇതൊക്കെ ഉണ്ടോ? ഡാൻസ് ടീം ഉണ്ട്, ഫാഷൻ ഷോ ടീം ഉണ്ട്, ബാൻഡ്. ഞാൻ നീതു ബാൻഡ് ലീഡേഴ്സ് ആണ്. ശ്രീലക്ഷ്മി നന്നായി പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും കൂട്ടുകാരി ഒരു അടിപൊളി ഡാൻസ് കളിച്ചു. ശ്രീലക്ഷ്മിയുടെ ഒരു പാട്ടൊക്കെ പൊളിക്കട്ടെ. ഏനുണ്ടോടി അമ്പിളി ചന്തം, ഏനുണ്ടോടി താമര ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴ ചന്തം, കമ്മലിട്ടോ ഏനേതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കൂല
പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. ശരിക്കും ശരിക്കും സത്യമായിട്ട്. ആരാ കൂടെ വന്നിരിക്കുന്നത്? അച്ഛനാണ് കൂടെ. അച്ഛനോടെ എവിടെ അച്ഛൻ? എന്താ അച്ഛന്റെ പേരെന്താ? എന്റെ പേര് സുനിൽ കുമാർ. ബോയിലേക്ക് സ്വാഗതം അങ്കിൾ. താങ്ക് യു സർ. എന്ത് ചെയ്യുന്നു? ഞാൻ ആർമി റിട്ടയർഡ് ആണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. മോളെ പാട്ട് പഠിപ്പിക്കുന്നുണ്ടോ? മോള് പാട്ട് പഠിക്കുന്നുണ്ട്. ഡാൻസ് ഉണ്ട്. എന്താണ് അപ്പൊ അച്ഛനെ മോളെ ഒരു കലാകാരിയാക്കാനാണോ താല്പര്യം? അവളെ കലാകാരിയല്ല, അവളെ എല്ലാം ആക്കണം. എല്ലാം ആക്കണം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണ്. അച്ഛനെ കൂടെ ചേർന്നൊരു കൈയടി. താങ്ക് യു. ടീം എയിൽ നിന്ന് 2 സകലകല വല്ലഭിമാരെ നമ്മൾ പരിചയപ്പെട്ടു. ടീം എയിൽ ലാസ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ആളാണ് ബിന്ദു. ബിന്ദു വെൽക്കം. എനിക്ക് ഇവന്മാരോടൊന്നും ഒന്നും പറയാനില്ല. ആ ബിന്ദു ആണോ? ആ ബിന്ദു ആണോ? അങ്ങനെയൊന്നല്ല. അല്ല, പേര് ബിന്ദു. ബിന്ദുവിനെ കണ്ടിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. ബിന്ദുവിന് ഭാവിയിൽ ചെറുക്കനെ പറ്റി ഭയങ്കര ധാരണയാണ്. എന്താണ് ഭാവിയിൽ ചെറുക്കനെ പറ്റി ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഹൈറ്റ് എത്ര വേണം? ഹൈറ്റ് എന്നെക്കാട്ടിയും പൊക്കം ഉണ്ടെങ്കിൽ കൊള്ളാം. കൊള്ളാം. ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യോ? അല്ല, ഇല്ലെങ്കിൽ നാണക്കേടല്ലേ, എന്നെക്കാട്ടിയും പൊക്കം കുറവാണ്. ബോയ് ഷോ കാണാറുണ്ടോ? ആ, കാണാറുണ്ട്. എങ്ങനെയുണ്ട്? അഭിപ്രായം എന്താണ് ഷോയെ പറ്റി? കൊള്ളാം, നല്ല ഗെയിം. ബിന്ദു ആരാ വന്നിരിക്കുന്ന കൂടെ? അമ്മയാണോ? അമ്മയുണ്ടോ? എവിടെ? ആ, ബിന്ദുവിന്റെ അമ്മ ഇവിടെ ഉണ്ട്. എന്താണ് പേര്? ബീന. ബോയിലേക്ക് സ്വാഗതം ആന്റി. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? കൊട്ടാരക്കര പോണ റൂട്ട്. എനിവേ നമ്മൾ ടീം എ അത് ഗംഭീരമായിട്ട് പരിചയപ്പെട്ടു. താങ്ക് യു ആന്റി. ദീപ, അപ്പൊ ടീം എയെ പരിചയപ്പെടുത്തി. ടീം എ ഒക്കെ ശ്രീപത്മനാഭന്റെ നാട്ടിൽ നിന്നാന്ന് പറഞ്ഞു. അവർക്കൊക്കെ ഭയങ്കര ടാലന്റ് ആണെന്ന് കണ്ടു. എന്റെ ടീമിലുണ്ട് വടക്കുന്നാഥന്റെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാള്. ദാറ്റ് ഈസ് വർഷ. വർഷയും ഭയങ്കര ടാലന്റഡ് ആണ്. വർഷ ഒരു പ്രൊഫഷണൽ സിംഗർ ആണ്. വർഷ, ആരാണ് കൂടെ വന്നിരിക്കുന്നത്? അമ്മയാണ്. അമ്മയുണ്ടോ? അമ്മ. ആന്റി എന്താ പേര്? കമല. നല്ല പേര്. എവിടെ? വടക്കുന്നാഥന്റെ സ്ഥലം തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലാണ്. തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാ? ഗുരുവായൂർ അടുത്ത്. ഗുരുവായൂരിനടുത്ത്. താങ്ക് യു ആന്റി. സോ ടീം ബിയിൽ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ദാറ്റ് ഈസ് ജാസ്മിൻ. പറഞ്ഞേ, ജാസ്മിൻ എന്താ ചെയ്യണേ? ഞാൻ MCA പാസ് ഔട്ട് ആണ്. MCA കഴിഞ്ഞ ആളാണ്. മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞ ആളാണ്. എന്നിട്ട് എന്തൊക്കെ അപ്ലൈ ചെയ്തു? ടെസ്റ്റിംഗ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റിംഗ് കോഴ്സ് എന്താ ടെസ്റ്റ് ചെയ്യണേ ഇപ്പോ? മണ്ണ് ടെസ്റ്റിംഗ് ആണോ? നോ, വെബ് ആപ്ലിക്കേഷൻസ്. എന്താണ് HTML ന്റെ ഫുൾ ഫോം? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അടിപൊളി. ഓക്കെ. എവിടെ സ്ഥലം? ചങ്ങനാശ്ശേരി, കോട്ടയം. ചങ്ങനാശ്ശേരി എന്നാണ്. ചങ്ങനാശ്ശേരി കറിയാച്ചന്റെ മോളെ പരിചയമുണ്ടോ? ഇല്ല, അറിയില്ല. അതാണോ? അതല്ല. ഞാൻ കോച്ചേരിയിലെ സന്തോഷിന്റെ മോളാണ്. സന്തോഷിന്റെ മോളാണ്. സന്തോഷം വന്നിട്ടുണ്ടോ? ഇല്ല, ആരും വന്നിട്ടില്ല. ഒറ്റയ്ക്ക് വന്നു? ഇല്ല. എന്ത് ഉദ്ദേശം ഒറ്റയ്ക്ക് വന്നേ? ഇതെന്റെ ചങ്ങാണ്. ഞങ്ങൾ എവിടെ പോലെ ഒരുമിച്ച് പോകുള്ളൂ. ആ ചങ്ങിനെ പരിചയപ്പെടാം. ദാറ്റ് ഈസ് രാജേശ്വരി രാജേന്ദ്രൻ. ഓക്കെ. മൊത്തം രാജ ഫാമിലിയിലാണ്. രാജയാണ്, കംപ്ലീറ്റ് രാജ. അമ്മയുടെ പേരെന്താണ്? രാധാമണി. നിങ്ങൾ മൊത്തം രായിലാണ്. അപ്പൂപ്പന്റെ പേര്? അപ്പൂപ്പൻ കൃഷ്ണരാജാരി. അപ്പൂപ്പന്റെ അച്ഛന്റെ പേരെന്താണ്? കുട്ടപ്പനാചാരി. കുട്ടപ്പനാചാരിയുടെ അപ്പൂപ്പന്റെ പേര് അതറിയത്തില്ല. ഇതിൽ പങ്കെടുക്കാൻ കാരണം എന്താണ്? ബോയിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഓക്കെ. എന്താണ് ഇഷ്ടം? എന്താണ്? മത്സരമാണോ? ഗെയിമാണോ? ഇതൊരു ഫണ്ണി പ്രോഗ്രാം അല്ലേ? അപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞാൻ പങ്കെടുക്കാന്ന് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ആൾക്കാരൊന്നും ഈ പങ്കെടുക്കാറൊന്നുമില്ല. എല്ലാരും പഠിപ്പിസ്റ്റുകളാണ്. മല്ലപ്പള്ളി. രാജശ്രീ എന്താ ചെയ്യുന്നത്? ഞാൻ MCA കഴിഞ്ഞ് ഇപ്പൊ ടെസ്റ്റിംഗ് കോഴ്സ് ചെയ്യുവാണ്. ഒരേപോലെയാണ്. പക്ഷെ എന്തായാലും ഇന്ന് ടീം എ ആണെങ്കിലും ടീം ബി ആണെങ്കിലും നല്ല ചുറുചുറുക്കുള്ള കുട്ടികൾ മിടുക്കിമാര് തന്നെയാണ്. മത്സരത്തിൽ ഉടനീളം ആ മിടുക്കത്തരങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ നമ്മുടെ ആദ്യത്തെ മത്സരത്തിലേക്ക് നമ്മൾ നല്ല കടക്കുകയാണ്. ദാറ്റ് ഈസ് സവാരി ഗിരിഗിരി. തൊട്ടുമുന്നേ നമ്മൾ പരിചയപ്പെട്ടു വർഷ അത് ബാഹുബലി ബോയ്സിനെ ഒന്ന് ഇക്ലിപ്പെടുത്ത് ഇളക്കിയിട്ട് പോയിരിക്കുകയാണ്. ആ ബാഹുബലി ബോയ്സിന്റെ ആ എനർജി ഇപ്പൊ ഉണ്ടോന്ന് അറിയാം. ബാഹുബലി ബോയ്സ് സാധാരണ അവർ ചില സമയങ്ങൾ നമ്മൾ വിളിക്കപ്പെടുന്ന കേൾക്കാറില്ല. ചില സമയത്ത് പറഞ്ഞാൽ മനസ്സിലായത്. കാരണം ഇവര് വല്ലാത്തൊരു ജീവികളാണ്. മനസ്സിലായി? ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിന്റെ അർത്ഥം എന്താ അറിയാം? ഇവരുടെ ലാംഗ്വേജില് ആ വരാൻ പോകുന്ന ആൾക്കാരെയൊക്കെ കൊന്നു തള്ളൂ എന്നുള്ളതാണ് അർത്ഥം. അതാണ് പാടിക്കുന്നത്. ആ ഭാഷ ഇവർക്ക് മനസ്സിലായി. അതിനി എങ്ങനെയൊക്കെയാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കണ്ടറിയാം. ആദ്യം സവാരിഗിരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡ് ഒരു ബക്കറ്റ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ബക്കറ്റ് ഉണ്ട്. ഇവിടെ 12 ബക്കറ്റ് വെള്ളവും നിറച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാത്ത് വേ കാണാം. സവാരിഗിരിയിൽ ആദ്യം ടീം എയിൽ നിന്ന് ഒരാൾ വരുന്നു. ടീം എയിൽ നിന്ന് ഒരാൾ 2 ബക്കറ്റ് വെള്ളമായിട്ട് പോകുന്നു. അതുപോലെ തന്നെ ടീം ബിയിൽ നിന്നും ഓരോ അവസരം ഉണ്ടാവും. ഓരോ ആളും 2 ബക്കറ്റ് വെള്ളം വീതം അവിടെ എത്തിച്ചിട്ട് ആ ബക്കറ്റിൽ ഫില്ല് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഫില്ല് ചെയ്യുന്ന ബക്കറ്റ് ഏതോ ആ ടീമായിരിക്കും വിജയിക്കുക. അവർക്ക് 300 പോയിന്റ് കിട്ടും. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ തിരിച്ചു വന്ന ബക്കറ്റ് എടുത്ത് സെന്ററിലൂടെ ആ സ്റ്റെപ്പ് ഇറങ്ങി ഫിനിഷ് ചെയ്തിട്ട് വന്നാൽ മാത്രമേ ടീമിൽ നിന്ന് അടുത്ത ആളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളം ആരാണോ നിറയ്ക്കുന്നത് അവർ ആ ടീമാണ് ജയിക്കുന്നത്. അവർക്ക് കിട്ടുന്ന 300 പോയിന്റ്സ് ആണ്. എന്തായാലും നിങ്ങളെല്ലാം ബോയിന്റെ നല്ല സ്ഥിരം പ്രേക്ഷകരാണ്. ഈ മത്സരമൊക്കെ കണ്ട് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നത് ഇതിന്റെയൊക്കെ ആവശ്യം എന്താ പറയുന്നത്?
വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ ഇതാ ഇപ്പൊ കയറി പുഷ്പം പോലെ ജയിച്ചു വരാന്നല്ലേ? റെഡി അല്ലേ? റെഡി. എനർജി ഡബിൾ ആയോ? നിങ്ങളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനാണ് ഞാൻ ഈ ഇതൊക്കെ അടിച്ചു വിടുന്നത്. ഒന്ന് കാണിച്ചു തരുമോ? ആരാ ബാഹുബലി ബോയ്സിനെ? അല്ല, നിങ്ങൾ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും നടന്ന് കാണിച്ചു ഡെയിലി ഷോ കാണുന്നല്ലേ നിങ്ങൾ? പിന്നെ നമ്മൾ അറിയാം. അതായത് കാണിച്ചു തരണം. ഞങ്ങൾ കാണിച്ചു തരണമെന്ന്. അതായത് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ രണ്ടുപേരെ ടെസ്റ്റ് ഡോസ് ആയിട്ട് വിട്ടിട്ടാണ് നിങ്ങളൊക്കെ വിളിച്ചിവിടെ വരുത്തുന്നത്. അങ്ങനെയാണ്. ഓക്കെ, നമ്മൾ ഞാൻ അവരെ അറിഞ്ഞാത്ത test ചോദിക്കുകയാണ്. നിങ്ങൾ ഓവർ സ്മാർട്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പണി തരാണോ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ആ ഓവർ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളെ തന്നെ നമുക്ക് വിളിക്കാം. ടീമേ പ്ലീസ് കം. ഞാൻ എന്ത് സ്റ്റെപ്പ് ഇങ്ങനെ നോക്കിയിട്ട് എന്താണ് സംഭവം? വെറൈറ്റി എന്ന് പറഞ്ഞാൽ രാവിലെ ഉപ്പുമാവിൽ ഉപ്പൊക്കെ ഇട്ട് കഴിക്കുന്നതാണ്. 10-45 എപ്പിസോഡായി മൊത്തത്തിൽ ഇതേ സ്റ്റെപ്പ്. അത് വെറൈറ്റി അല്ല, അത് ശീലായി. ആ സ്റ്റെപ്പ് കൊണ്ട് 40 എപ്പിസോഡ് ജീവിച്ചു പോകുന്നു. ഇവൻ ഒരൊറ്റ എപ്പിസോഡിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് എല്ലാം പഠി കംപ്ലീറ്റ് കാര്യങ്ങൾ കുട്ടി നോട്ട് ചെയ്യുന്നുണ്ട്. വേറെ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഇതുണ്ട് ഈ സാധനം. എന്റെ ഒരു പാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയത്. അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. നീ എന്താണ് ഇങ്ങനെ എന്നെ ഇങ്ങനെ കണ്ടു തീർന്നില്ലേ? അല്ല നമ്മൾ ഇപ്പോഴല്ലേ കാണുന്നത്, അപ്പൊ ഒന്ന് കണ്ടോട്ടെ. എവിടെ എനിക്ക് വയ്യ. എടാ കുട്ടി കണ്ടു എന്ത് സ്നേഹം നോക്കി. ഈ സ്നേഹമൊക്കെ എനിക്ക് പോയിന്റ് എടുത്ത് തരണം. ഉറപ്പായിട്ടും. ആരാണ് ആദ്യം പോകുന്നത്? നിങ്ങൾ എന്തായാലും കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ഹൈ ആണ്. ആരെ പോകുന്നു? തർക്കം വേണ്ട. നീ ആദ്യം പോ. വെള്ളം അടുപ്പത്ത് വെച്ച് അതുപോലെ അല്ല ഇത്. ഒരു കാര്യം, ഇതിലൊരു വിരൽ പിടിക്കും. ഇതിപ്പോ എന്തായത്? ഇതിപ്പോ ആര് പിടിച്ചാൽ ഞാൻ നോക്കണ്ടേ? ഇത് പിടിച്ചാൽ ഒന്നാമത്, ഇത് പിടിച്ചാൽ രണ്ടാമത്, ഇത് പിടിച്ചാൽ മൂന്നാമത്. നീ ആദ്യം പോ. ആദ്യം സവാരിഗിരി മത്സരത്തിനായിട്ട് ആദ്യം പോകാൻ പോകുന്നത് നീതു ആണ്. നീതു, ഓൾ ദ ബെസ്റ്റ് യു. വീട്ടിൽ ബക്കറ്റും വെള്ളം കൊടുക്കാറുണ്ടോ? അമ്മ ഇവിടെ അമ്മ ഇത് കണ്ടിട്ട് പറയും വീട്ടിൽ പണിയെടുക്കാത്തതിന്റെ എല്ലാ ഫലവും നിനക്ക് കുത്തും ചവിട്ടും എല്ലാം ഇവിടുന്ന് കിട്ടിയെന്ന് പറയും. ഇതെന്താണ് മാർക്കറ്റിൽ പോവാ ബാഗൊക്കെ ഇട്ട്? അമ്മ അവിടെ ഉണ്ടല്ലോ. മോള് വീട്ടിൽ പണിയെടുക്കാത്തതിന്റെ എല്ലാ ചവിട്ടും കുത്തും ഇവിടുന്ന് കിട്ടും. വീട്ടിൽ കൊടുക്കാത്ത എല്ലാം കൊടുക്കാം നമുക്ക്. നീതു, your time starts now. 3, 2, 1, go. എന്താ എക്സ്പീരിയൻസ് പറയും? നന്നായിരുന്നു, വീഴാത്തത് കൊണ്ട് കുറച്ച് വെള്ളം നിറയ്ക്കാൻ പറ്റി. എങ്ങനെയൊക്കെ അവിടെ ഇവിടെ കയറി കഴിയുമ്പോ എങ്ങനെ പോകണമെന്ന് അറിയില്ല. എന്തായാലും ഗംഭീര പെർഫോമൻസ് ആണ്. നല്ലൊരു കൈയടി. ശ്രീലക്ഷ്മി, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. അത്രയും വെള്ളം കൂടുതലായതുകൊണ്ടാണ് അവിടെ കളഞ്ഞിട്ട് പോയത്. ഞാൻ ചോദിക്കട്ടെ, ഇത് മത്സരത്തിനാണോ വന്നിരിക്കുന്നത്? എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ അല്ലേ? ഇതിനൊക്കെ ഒരു മര്യാദ ഇല്ലേ? ഈ ബാഹുബലി ബോയ്സിനെ ഈ ടാർപ്പ ഇട്ട് കെട്ടി അകത്താണ് ഇരിക്കുന്നത്. അവർക്കൊന്നും കണ്ടുകൂടാ. അപ്പൊ പിന്നെ അവര് സൈസ് എങ്ങനെ? അവർ നിങ്ങളുടെ സൈസും വലിപ്പം വെയിറ്റും ഒന്നും നോക്കണില്ല. അവരിപ്പോ രണ്ട് കേൾക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും രണ്ട് വർത്തമാനം പറഞ്ഞു. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൊടുത്തോളാം. കാരണം ഒരു റൗണ്ട് കുട്ടി ഭയങ്കര ബുദ്ധിയാണ്. എന്നറിയാമോ, ഒരു റൗണ്ട് കൂടെ പോവാനുണ്ട്. ഇത് കേട്ടിട്ട് അങ്ങനെ ഇടി തൊഴി കൂടിയാലോ. ബിന്ദു പോട്ടെ. ഇത് മറ്റേ ജയറാം വിളിക്കുന്നേ ബിന്ദു. ഓക്കെ ബിന്ദു, ഇത് മാതാവ് മാത്രമല്ല കാണുന്ന, പിതാവും നാട്ടുകാരും കാണുന്നുണ്ട്. ഇതിന് വെയിറ്റ് ഉണ്ട്, കാണുന്ന കണക്കൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, കെട്ടിച്ചൊരു കുടുംബത്തിൽ വിടുമ്പോ ഇതുപോലെ ജോലി ചെയ്യേണ്ടത്, അത് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ വെള്ളം ചുമ്മല്ല. നിങ്ങൾ കുടുംബത്തിൽ മുമ്പ് അമ്മായി അമ്മ പോലുണ്ടാവുന്നത്. ഓക്കെ ബിന്ദു, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go.
പോക്കായിരുന്നു ആ ഒരു വല്ലാത്തൊരു പോക്കായിരുന്നു. എന്റെ ബിന്ദു എന്റെ ബിന്ദു നേരം വെളുത്ത് വൈകിട്ട് വരെ ജോലി ചെയ്തിട്ട് അവസാനം കൊണ്ട് കൊടടച്ചു. വിചാരിക്കുന്ന നടക്കുന്നല്ല ഇത്. ഗംഭീരായി. നീതു, all the best. Your time starts now. 3, 2, 1, go. എന്തായിരുന്നു പെർഫോമൻസ്? പറയൂ, എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട് ഈ ബാഹുബലി ബോയ്സ്? ഓ, ഒരു രക്ഷയില്ല. ഓക്കെ, അടുത്ത് പോകുന്നത് ഈ അടയ്ക്കാക്കുരുവിന് അത്രയുള്ള കൊച്ചാണ്. വരൂ. ഈ അടയ്ക്കാക്കുരു അല്ല നമ്മളൊന്ന് തെളിയിച്ചു കൊടുക്കണം. ഇത് കാണുന്ന പ്രേക്ഷകർ എത്ര ചുള്ളന്മാര് പയ്യന്മാര് കണ്ടോണ്ടിരിക്കുന്ന അറിയാമോ? ഹലോ, അവിടെ വീട്ടിലെ വിശേഷം അല്ലേ പറഞ്ഞത്, ഇവിടെ മത്സരം നടക്കുകയാണ്. ഓക്കെ, ഇത് കാണുന്ന പയ്യന്മാര് പറയണം ഈ കുട്ടി അടയ്ക്കാക്കുരുവിന് അത്ര ഉണ്ടെങ്കിലും നല്ല സ്മാർട്ട് ആണെന്ന്. സൈസിലല്ല കാര്യം, വർക്കിലാണ്. എന്റെ ദൈവമേ. Your time starts now. 3, 2, 1, go. എന്തായിരുന്നു വർക്കിലാണ് കാര്യം? അവര് ഭയങ്കര സ്ട്രോങ് ആയി പോയി. അവര് സ്ട്രോങ് ആയി. അപ്പൊ അവരെന്ത് ചെയ്യണം? അവർ തളർത്തി ഉറക്ക ഗുളി കൊടുത്ത് കിടത്തണം. ഇങ്ങനെ പോകുമ്പോ ഒരു ചവിട്ട് കൊടുത്തൂടായിരുന്നോ? പിന്നെ കൊടുക്കാത്തെന്ത്? സമ്മതിച്ചില്ല. ഞാൻ അതാണ് അവര് ഭയങ്കര strong ആയിരുന്നു. ചാൻസ് ഒരു ഇടി കൊടുത്തിട്ട് വരും. പോയി ഓടിപ്പോയി പക്ഷെ അവര് ഇങ്ങനെ ചാടിക്കും. അല്ല ഇപ്പൊ പോയിടിച്ചോ? ഇല്ല, ഒരു ഇടി കൊടുത്തു. ഇത് ബക്കറ്റ് ഒന്നുമില്ല, പോയി ഒരു ചവിട്ട് കൊടുത്തു. അവരവിടെ ഇല്ല. ട്രിവാൻഡ്രക്കാർ പിന്നിലാണെന്ന് തെളിയിച്ചു കൊടുക്കുക. ഇപ്പൊ അവരവിടെ ഇല്ലെന്ന്. അവിടെ നോക്കി ഇടിച്ചോ ഞാൻ പോയിട്ട്. പറയില്ല, ഒരു ചവിട്ട് കൊടുത്തിട്ട് ഓടിപ്പോയി നടുക്ക് ആ വെള്ളത്തിലടിക്കാൻ ആളുള്ളത്. നടക്ക് അവിടെ ചവിട്ട്. ഇനി ഒരു കാര്യം പറട്ടെ, വർത്തമാനം ഇച്ചിരി കൂടുതലാണ്, പ്രവൃത്തി വളരെ കുറവാണ്. വഴിയെ പോകുന്ന തല്ല് ഏണി വെച്ച് കയറിയിട്ട് ഇവിടെ തന്നോളൂ പറഞ്ഞ പോലെയായി. ഇനി മാതാവാണ് പോവാൻ പോകുന്നത്. കുറെ നേരമായി മാതാവിനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ബിന്ദുവിലാണ് എല്ലാ പ്രതീക്ഷയുടെ. ഇത് കാണുന്നതാണ് ചേട്ടാ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. ബിന്ദു എന്തോ നോർമലായോ? നെഞ്ചിടിക്കുന്നു. ഇവന്മാരെ കുറിച്ച് എന്താണ്? നല്ല 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 കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരാണ്. ഇവരാരെന്നൊന്ന് വെളിയിറങ്ങുമ്പോൾ പറഞ്ഞു തരണം. മറ്റേ സുശീലണ്ണന്റെ മോൻ ചന്തുവും അതാരായാലും കുഴപ്പമില്ലെന്ന് വെളിയിറങ്ങുമ്പോ ശരിക്കും അവരെ ഒറിജിനലി കാണുമ്പോൾ നിങ്ങൾക്ക് ആകെ വിഷമായി പോകും. പത്മനാഭന്റെ നാട്ടിലെ പിള്ളേരാണ് നോക്കണ്ടിട്ട്. എന്തായാലും തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകര് ഇവരുടെ ചുറുചുറുക്കും ഇവരുടെ ഈ സംസാരവും രസകരമായിട്ടുള്ള ഗെയിമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സാധിക്കാവുന്ന വെള്ളം അവർ നിറച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കാത്തിരിക്കുക, മിടുക്കിയായിട്ടുള്ള കുട്ടികൾ ഇനിയും വരാനുണ്ട്. Have a short break. Boing, boing.
ടീം എയുടെ കിടിലൻ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി കിടിലൻ പെർഫോമൻസ് അല്ല, ടീം എയുടെ പൂര കാഴ്ച ഇവിടെ കണ്ടു. ടീം ബിയുടെ പെരുമ്പൂരാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുവേണ്ടി ടീം ബിയെ വെൽക്കം ചെയ്യുന്നു. വാ. വർഷയാണ് ഇവരെ പാട്ട് പാടി ഉണർത്തിയത്. ഇത് പാടണ്ടെന്ന് തോന്നിയോ? പ്രത്യേകം എടുത്ത് പറയണ്ട, അവർക്ക് ആവേശം കൂടി. അത് വർഷയാണ് നേരത്തെ ഒന്ന് പറയല്ലേ, അത് നമ്മൾ രഹസ്യമാക്കി വെച്ചത്, അവർക്ക് അറിയില്ലല്ലോ അല്ലേ? അങ്ങനെയല്ല, വീണ്ടും വീണ്ടും അല്ല, ഓർമ്മിപ്പിക്കണ്ട. സ്നേഹത്തോടെ പറയണം. അവർക്ക് വേണ്ടി ചേട്ടന്മാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാട്ട് പാടിയത്. സ്നേഹം എനിക്കുണ്ട്, ആ സ്നേഹം അവര് അല്ലല്ല, അത് ചിലപ്പോൾ പറയുമ്പോൾ അവർ ഒരു കേട്ടാൽ കാര്യം ചെയ്താൽ മതി, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണെന്ന് ഒന്ന് പറഞ്ഞാൽ മനസ്സാലി സ്നേഹത്തോടെ പറഞ്ഞ സ്വീറ്റ് ആയിട്ട് പറയണം. ബാഹുബലി ബോയ്സ്, അല്ല അവര് എന്നെ വിളിച്ചോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ ഇവിടെ പാടി കഷ്ടപ്പെട്ടത്. അതേ സ്നേഹം നിങ്ങൾ തിരിച്ചു വരുന്നുള്ള വിശ്വാസത്തിൽ എന്ന് നിങ്ങളുടെ സ്വന്തം വർഷ. പിന്നെന്താണ് ഒപ്പ് 2 കുത്ത്. അടുത്ത ആൾ പറയും. ഇതൊന്നും ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ, നമ്മൾ പൊളിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ആൾ പറയും. എന്താ പറയണ്ടേ? ഞാനിവിടെ കൃതജ്ഞത പറയാൻ വേണ്ടി വിളിച്ചു നിർത്തിയതല്ല. ബാഹുബലി ചേട്ടാ, ജനിക്കാതെ പോയൊരു പെങ്ങളെ പോലെ എന്നെ കരുതണം. ബന്ധമാണ് വർക്കൗട്ട് അതെ, ചെയ്തത്. എനിക്കൊരു ചേട്ടനേ ഉള്ളൂ. രണ്ടാമത്തെ ചേട്ടൻ അല്ല, മൂന്നാമത്തെ ചേട്ടൻ ഞാൻ നിങ്ങളിലൂടെയാണ് കാണുന്നത്. അതുകൊണ്ട് എന്നെ ഒരു പെങ്ങളെ പോലെ കാണാം. കട്ടപ്പേപ്പ നിന്റെ ആരാ? മാമനാ? അതെ മാമൻ. ഓക്കെ, ഈ കുട്ടി ഇന്ന് പൊളിക്കും. എങ്ങനെയുണ്ട്? ഇച്ചിരി വെയിറ്റ് കുറഞ്ഞ ബക്കറ്റ് തരണം, വെള്ളവും. മോളെ വെയിറ്റ് കുറയാറിന് വെള്ളം കുറയാന്നാണ് നമുക്ക് വെള്ളം അവിടെ നിറക്കുന്ന മനസ്സിലായത്. എവിടുന്ന വന്നേ? കോട്ടയം. അവിടുന്ന് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിടായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവിടുന്ന് എനിക്ക് പറ്റിയ നമ്മുടെ ഈ മത്സരം എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം പരമാവധി നിറക്കാന്നുള്ളതാണ്, പരമാവധി കുറക്കാന്നുള്ളതല്ല. എനിക്ക് ഇത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ? ഇവരും ടീം ആയ പോലെ സംസാരത്തിൽ ഒരു കുറവുമില്ല. എന്തായാലും പ്രവൃത്തി നമുക്ക് കണ്ടറിയാം. ആദ്യം ആരാ പോണേ? വർഷേനെ പോട്ടെ. സവാരിഗിരി മത്സരത്തിൽ ടീം ബിയിൽ നിന്ന് ആദ്യം പോകാൻ പോകുന്നു വർഷ. ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ വർഷ. പൊക്കി പിടിക്ക്. അങ്ങോട്ട് ഇറങ്ങാ, നേരെ സ്ട്രൈറ്റ് നേരെ. ഒരു അരത്തുള്ളി വെള്ളങ്ങളിൽ നീ എത്തിച്ചിരുന്നെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. വർഷ പറയും. ഞാൻ ഇവിടുന്ന് കണ്ടതിനേക്കാളും ഡബിൾ സ്ട്രോങ് ആണ് അവര്. ഡബിൾ സ്ട്രോങ് ആണ് അവർ. ഇവിടെ എത്തുന്നേക്കാളും മുന്നേ എന്നെ വീഴ്ത്തുന്നു ഞാൻ വിചാരിച്ചു. വെരി ഗുഡ്. അടുത്ത ആള്. ചേട്ടന്മാരെ, ഒരേ ഒരു പെങ്ങളാണ്, ചേച്ചി വരെയാണ്, കാത്തോളുക. രാജകീയമായിട്ടുള്ള ഈ പാതയില് രാജാ മാതാവ് വരും പോലെ അങ്ങ് പോണം. Your time starts now. 3, 2, 1 go. Good job, good go. Good, very good. പരിമളവുമായിട്ട് ജാസ്മിൻ കടന്നു വരാൻ വേണ്ടി ജാസ്മിൻ ഈ വെള്ളം ഏത് ബക്കറ്റ് നിറച്ചില്ലെങ്കിലും ഇവിടെ കളഞ്ഞിട്ട് നേരെ പോവാ. ജാസ്മിൻ, ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. വിടല. പൊക്ക്. അയ്യോ. ഇറങ്ങി അവിടുന്ന്. ആ 2 തുള്ളി ഉള്ളത് കളയണ്ട, അതിട്ടെ. എന്താ പറ്റി അവിടെ?
എന്താ സംഭവിച്ചത്? എന്താ ശരിക്കും ബക്കറ്റിന് വെള്ളം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് മറിച്ച് കളഞ്ഞതാണോ? ദീപൻ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ മറിച്ചിട്ടിട്ട് പോക്കോളെ. എന്റെ പൊന്നേ, നീ ഞാനല്ല ബക്കറ്റ് എടുത്തിട്ട് തലയിലടിക്കും. അറിഞ്ഞില്ല ഉണ്ണിയെ, അറിഞ്ഞില്ല. എവിടെയായിരുന്നു ഇത്രയും കാലം? ഭയങ്കര അനുസരണമുള്ള കുട്ടിയാണ്. ഇനി വരുന്ന എല്ലാ എപ്പിസോഡിലും ഇതുപോലത്തെ ഒരാൾ ഉണ്ടായിരിക്കണം. All the best. Your time starts now. 3, 2, 1, go. ഇപ്പൊ നിന്നിലാണ് എന്റെ പ്രതീക്ഷ. പെട്ടെന്ന് പോണം. Okay, all the best. Your time starts now. 3, 2, 1, go. Very good, very good. Good go, good go, good go. കളയരുത്, കളയരുത്. അപ്പുറത്ത് വെക്ക്. Good job, good job, good job. Very good job, very good job. Very good. എന്നോട് ഇത്രയും സ്നേഹമുള്ള ജാസ്മിനോട് ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ഇതിൽ നീ എന്നെ ചതിച്ചാൽ ഞാനൊന്ന് പറയട്ടെ കുട്ടിയോട്. എന്നോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള കുട്ടിയോട് ഞാൻ ആ ചേട്ടൻ പറയുകയാണ്, ഈ ഞാൻ വിടും ചേട്ടാ, ഞാൻ പൊക്കിയോളാം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, ഗോ. അത് മാത്രം മതി. പോട്ടെ പോട്ടെ, അത് കളയരുത്, കളയരുത്, കളയരുത്. അപ്പുറത്തെ സൂപ്പർ സൂപ്പർ സൂപ്പർ. സൂപ്പർ, അടിപൊളി, കിടുക്കി, തകർത്തു, തിമിർത്തു. നേരത്തെ ദീപൻ ചേട്ടനാണ്. അങ്ങനെയാണ്, നേരത്തെ ദീപൻ ചേട്ടനോടാണ് സ്നേഹം, ഇപ്പൊ എന്നോടായില്ലേ കുറച്ച്. ടീം എയുടെ ചങ്ക് തകർന്നിരിക്കുന്നതാണ്. വരൂ മക്കളെ, വരൂ വരൂ, ഓടിയോ. ബോയ് മോയിന്റെ സവാരിഗിരി മത്സരം കഴിയുമ്പോൾ സാധാരണ ഞാനും സൂരജ് അവിടെ പോയി മെഷർ ചെയ്യുന്ന പരിപാടിയുണ്ട്. എന്റെ കുട്ടികളുടെ ചങ്ക് തകർന്ന് നിൽക്കുകയാണ്. കാരണം ഞാനും അതുപോലെ അവസ്ഥയായി, എന്റെ കാറ്റെല്ലാം പോയി. സൂരജേ, ഞാനൊന്ന് കൂളിംഗ് ഗ്ലാസ് ഊതിയിട്ടെടുത്ത ആ സമയം കൊണ്ട് ഞാൻ ഉത്തരം പറയാം. ഇവിടെ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ സവാരി ഗിരിഗിരിയിലെ ഏറ്റവും അവസാനത്തെ മൊമെന്റ് വരെ ആവേശം നിലനിർത്തിക്കൊണ്ട് ഏറ്റവും എക്സ്ട്രീമിൽ എത്തിച്ചുകൊണ്ട് ടീം ബി വിജയിച്ചിരിക്കുന്നു. 300 പോയിന്റ്സ്. ഈ ആഘോഷത്തിന്റെ ആർപ്പുവിളി ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു നിമിഷം നിങ്ങളൊന്ന് കാത്തിരിക്കുക. ദിസ് ഇസ് ബോയിങ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. മത്സരിക്കുന്ന ആൾക്കാർ സ്മാർട്ട് ആവുമ്പോൾ മത്സരവും സ്മാർട്ട് ആവും. അങ്ങനെ സ്മാർട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. അപ്പൊ ഒന്നാമത്തെ റൗണ്ട് ദേ കഴിഞ്ഞു. ടീം ബി വിൻ ചെയ്തു, 300 പോയിന്റ് നേടി. ഇനി മാസീവായിട്ടുള്ള രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ദാറ്റ് ഈസ് തലയണ മന്ത്രം. എന്താണ് തലയണ മന്ത്രത്തിന്റെ ആചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ടീം എയിൽ നിന്ന് ഒരാൾ വരിക, ടീം ബിയിൽ നിന്ന് ഒരാൾ വരിക. മത്സരത്തിന്റെ പ്രത്യേകത, അവിടെ ഒരു ബോർഡർ ലൈൻ കാണാം. ഇവിടുന്ന് പോകുന്ന സമയത്ത്, പില്ലോമായിട്ട് പോകുന്ന സമയത്ത് ആരാണോ ബോർഡർ ലൈൻ ക്രോസ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്നത് 50 പോയിന്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പോസിറ്റ് ടീമിനെ അടിച്ചിടുകയോ അയാളുടെ കയ്യിലെ പില്ലോ താഴെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന 100 പോയിന്റ് ആണ്. അങ്ങനെ ഒരാൾക്ക് 150 പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരമാണ്. ഈ മത്സരത്തിൽ ഇപ്പോൾ ടീം എ ആണ് പിന്നിൽ നിൽക്കുന്നത്. ഇവിടെ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഓക്കെ, റെഡി? തലയണ മന്ത്രത്തിൽ മന്ത്രം ചൊല്ലാനായിട്ട് ടീം എയിൽ നിന്ന് ആദ്യം വരുന്നു നീതു. ടീം ബിയിൽ നിന്ന് വരുന്നു വർഷ. ഓൾ ദി ബെസ്റ്റ്.
Got All it? the best. Your time starts now. 3, 2, 1, go. Fast, cross it, cross it. ഇടിച്ചിട്. വർഷ തലയുടെ കളയരുത്, ടൈറ്റ് ആയിട്ട് പിടിക്ക്. അയ്യോ. നീതു, ഈ ഞാൻ വിചാരിച്ചിരുന്ന ഈ മത്സരത്തിന് നമുക്ക് മുന്നേ ഒരു ധാരണയുണ്ട്, അതായത് തടി കൂടി കഴിഞ്ഞാൽ പോകാൻ പാടാണെന്ന്. ആ ധാരണ എല്ലാം ഇവിടെ തെറ്റിച്ചിരിക്കുന്നത് നീതുവാണ്. നല്ലൊരു കൈഡി. ബോർഡർ ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ 50 പോയിന്റ്, അയാളുടെ തലയണ പിന്നാമ്പുറത്ത് അടിച്ചിട്ടതുകൊണ്ട് നമുക്ക് കിട്ടിയത് 100. അങ്ങനെ 150 പോയിന്റ് ആണ് ടീം എ കിട്ടിയിരിക്കുന്നത്. വെരി ഗുഡ്. അവിടെ ഇപ്പഴത്തെ ആൾക്ക് എന്താ അയാൾക്ക് എന്തോ പറയാനുണ്ട്. വർഷയ്ക്ക് എന്താ സംഭവിച്ചത്? റോള് ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു, അപ്പൊ എനിക്ക് എന്റെ പൊസിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. കുട്ടി എങ്ങനെ അപ്പൊ പുറത്ത്, അവക്ക് ഈ പൊസിഷനൊക്കെ ബാധകമായിരുന്നില്ല. അല്ല, പൊതുവെ അവിടെ ഉള്ള വെയിറ്റ് കൂടുതൽ. അപ്പൊ രണ്ടുപേരും കയറി വരും. കേറി വാ. ടീം എയിൽ തലേണ മന്ത്രത്തിൽ ആദ്യ മത്സരം കഴിയുമ്പോൾ ടീം എ കിട്ടിയിരിക്കുന്നത് 150 പോയിന്റ് ആണ്, ടീം ബി 0 പോയിന്റ്. ആകെ ഒരു പ്രതീക്ഷ എന്റെ ഈ ഒരു തുറപ്പ് ചീട്ടിലാണ്. എന്റെ പ്രതീക്ഷ അതിര് കടന്നിരിക്കുകയാണ്. എന്റെ പ്രതീക്ഷ അതിര് കടന്ന് ഞാൻ വിളിക്കാൻ പോകുന്ന ടീം എയിൽ നിന്ന് ബിന്ദു. ടീം ബിയിൽ നിന്ന് രാജേശ്വരി. ഓൾ ദി ബെസ്റ്റ്. Yes, Bindu and Rajeshwari, your time starts now. 3, 2, 1, go. ബിന്ദു ഗോ ഫാസ്റ്റ്. തള്ളിട്. ആ. അടി. Miss ചെയ്ത്, അടി. Super. ബിന്ദു രാജേശ്വരി. രാജേശ്വരി എന്താ അങ്ങോട്ട് തല്ലു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് മാപ്പ് പറഞ്ഞതായിരുന്നോ സീന്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബിന്ദു ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുമെന്ന്. ഞങ്ങൾ ജസ്റ്റ് ആ റെഡ് മാർക്കിന് അവിടെ രണ്ടുപേരും ഒരുപോലെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു ഇവിടെ. എന്റെ മുക്കൂത്തി തെറിച്ചു പോയോന്ന് ഞാൻ അപ്പൊ ഓർത്തു പോയി. അതാണ് ടെൻഷൻ. അതാ തപ്പ്. എടാ, എനിക്ക് ഇതിൽ തലയണ തെറിച്ചു പോകുന്നല്ല, എന്റെ മൂക്കൂത്തി തെറിച്ചു പോകുന്നാണ് കുട്ടിയുടെ പേടി. എനിക്ക് അടുത്ത ബിന്ദു. എന്താ ചെയ്തു ബിന്ദു? ഒരടി അടിച്ചത് മൂക്കിലാണ് കൊണ്ട്, അപ്പോഴത്തേക്കും മൂക്കിൽ കിളി പോയി. ഇല്ല, അത് അടിച്ചപ്പോഴത്തേക്ക് എന്തോ ശ്വാസം വിടാൻ പറ്റാതെ ഒന്നാമത് ടെൻഷനായിട്ടാണ് അങ്ങോട്ട്. അതായത് അത് അടി കിട്ടിയതും ഇല്ലാത്ത ബോധം തിരിച്ചു വന്നു. പോയിന്റ് എടുത്തില്ലെങ്കിലും കേറി വരും. ഈ മത്സരത്തിന്റെ പോയിന്റ് വീണ്ടും മാറാൻ പോവുകയാണ്. അടുത്ത അതിനായിട്ട് ഞാൻ ടീം എയിൽ നിന്ന് വിളിക്കുന്നു ശ്രീലക്ഷ്മി. ടീം ബിയിൽ നിന്ന് പോയിന്റ് മാറ്റണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ജാസ്മിൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. All the best. Your time starts now. 3, 2, 1, go. Cross it, go. Cross it. ബോയിങ്ങിൽ നമ്മളിപ്പോൾ വരുന്നത് എല്ലാം പ്രേക്ഷകരാണ് വരുന്നത്. കാരണം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, സാഹസികതയും രസകരമായിട്ടുള്ള കുറെ നിമിഷങ്ങളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെടുത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട്, സാഹസികത എന്ന് പറയുന്നത് പലതരത്തിലുണ്ടാവും. ചില ആൾക്കാർക്ക് ചില സാഹസികതകൾ കുറച്ച് പേടി ഉണ്ടാക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് വെള്ളത്തിന് പേടിയുള്ള ഒരുപാട് പേരുണ്ടാവും. ഇവിടുത്തെ നമ്മുടെ മത്സരങ്ങളിൽ പ്രധാന ഇനമാണ് വെള്ളം. അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകിച്ച് എല്ലാ സേഫ്റ്റി ഗാർഡോട് കൂടിയാണ് ഇവിടെ നമ്മളെല്ലാം തയ്യാറാക്കിയത്. കാരണം ഈ മത്സരം നമ്മളിവിടെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെയാണ് എല്ലാത്തിന്റെയും ഒരു സേഫ്റ്റി മെഷേഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. കാരണം ഒന്നിലും ഒരു അപായമില്ലാത്ത ഗെയിമുകളാണ് ഇവിടെ എല്ലാം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് വന്ന ടീം ബിയിൽ നിന്ന് വന്ന ജാസ്മിൻ എന്ന കുട്ടിക്ക് വെള്ളം ശരിക്കും പേടിയാണ്. പക്ഷേ വെള്ളത്തിന് ഇത്രമാത്രം പേടിയുണ്ട് എന്നുള്ളത് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലായി. അതുകൊണ്ട് താമരശ്ശേരി ചുരം മത്സരിക്കാൻ ആ കുട്ടി ഇല്ല. അതുകൊണ്ട് എന്താ നഷ്ടം വെച്ച് കഴിഞ്ഞാൽ ടീം ബിയിൽ നിങ്ങളുടെ രണ്ടുപേരുടെ തലയിലേക്ക് ആ ഭാരം മുഴുവൻ ഞാൻ എടുത്തു വെക്കുകയാണ്. സോ തലയുടെ മന്ത്രത്തിന്റെ ഇപ്പൊ കഴിഞ്ഞ ഈ ഒരു റൗണ്ടിൽ 150 പോയിന്റ് ടീം ബി നേടി, ടീം എ 0 നേടി. ടോട്ടലി തലയുടെ മന്ത്രം കഴിയുമ്പോഴുള്ള സ്കോർ ടീം എ നേടിക്കുന്നത് 300 പോയിന്റ്, ടീം ബി 150 പോയിന്റ് ആണ്. ഈ മത്സരത്തിന്റെ ഗതി ഇനി മാറാൻ കാത്തിരിക്കുകയാണ്. പ്രേക്ഷകരും കണ്ടസ്റ്റൻസും ഒരുപോലെ ആഘോഷമാകുന്ന ഗെയിമാണ് വരാൻ പോകുന്നത്. ഏതാണ് ഗെയിം നിങ്ങൾക്കറിയാം, ഒന്ന് കാത്തിരിക്കുക. ദിസ് ഈസ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.
യെസ്, വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ്. അപ്പൊ ഇനി ഏറ്റവും കൂടുതൽ ആവേശം നിറയ്ക്കുന്ന മത്സരത്തിലേക്ക് നമ്മൾ പോവാണ്. ദാറ്റ് ഈസ് താമരശ്ശേരി ചുരം. വേറൊരു സന്തോഷമുള്ളൊരു വാർത്തയുണ്ട്. അതായത് പൊതുവേ നമ്മൾ 3 പേരാണ് കയറാറുള്ള ഒരു ടീമിൽ നിന്ന്. അപ്പൊ 3 പേർക്കും 200 പോയിന്റ് വീതമാണ് കിട്ടാറുള്ളത്. ഇന്നിപ്പോ എന്റെ ടീമിൽ നിന്ന് 2 പേര് മാത്രം ആയതുകൊണ്ട് തന്നെ ആ ഒരാളുടെ പോയിന്റ് വീതിച്ച് നൽകുകയാണ്. സോ ഒരാൾക്ക് 300 പോയിന്റ് ആണ് ടീം ബിക്കുള്ളത്. ചതിക്കരുത് കുട്ടികളെ, നിങ്ങൾ ഒരാൾ കയറിയാൽ 300 പോയിന്റ് ആണ്. തകർക്കരുത് വിശ്വാസം. എന്തായാലും കിട്ടിയതെല്ലാം ബോണസ് ആണ് സൂരജിന്. അപ്പൊ നമുക്ക് എന്തായാലും ടീം എയും ടീം ബിക്ക് നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. ഓൾ ദി ബെസ്റ്റ്. ടീം ബിയിൽ നിന്ന് 2 പേരും ടീം എയിൽ നിന്ന് 3 പേരും അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ബോൾ കയ്യിലെടുക്കാം. താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 ഗോ. ബോൾ മിസ്സാവരുത്. വർഷ, ഗുഡ് ജോബ് വർഷ. അയ്യോ എന്റെ വർഷ. രാജേശ്വരി പോ. വർഷ പോ. Last 3 minutes only. വർഷ പോ. Oh, good job, Varsha. Good job. Very good job. Very good job. Very good job. Very good job. Get naughty, get naughty. Get naughty, get naughty. Last 30 seconds only. Get naughty. Only 20 seconds. Kittu. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time out. Time out. അപ്പൊ താമരശ്ശേരി ചുരം ഒറ്റയ്ക്ക് കീഴടക്കിയ വർഷ അതെ ജില്ലുവിനെയും ബില്ലുവിനെയും കൂട്ടിയിട്ട് താഴേക്ക് വരികയാണ്. Come on.
അങ്ങനെ സൂപ്പറായിട്ട് താമരശ്ശേരി ചുരം കയറി ഇറങ്ങി കീഴടക്കി വന്നേക്കുന്നു എന്റെ മോൾ വർഷ. വർഷേനെ തുടങ്ങട്ടെ, എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ഫസ്റ്റ് അവിടെ വരെ ഏകദേശം എത്തിയതാണ്. അപ്പൊ അവര് ബോളും ബലൂണൊക്കെ ഇങ്ങനെ മത്സരിച്ചെറിഞ്ഞതുകൊണ്ട് വീണ്ടും താഴെ വരെ എത്തേണ്ടി വന്നു. Okay. പിന്നെ സൂര്യേട്ടൻ കറക്റ്റ് ആയിട്ട് വർഷ പറ്റും പറ്റും എന്ന് പറഞ്ഞ് അങ്ങ് കേറിയത് പോയപ്പോ ആ ഒരു എനർജിയിൽ അങ്ങ് കേറിപ്പോയി. നീതുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീതു വളരെയധികം ട്രൈ ചെയ്തു. ശരിക്കും ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ പൊത്തൊക്കെ എന്ന് പറഞ്ഞ് താഴോട്ട് വന്നോണ്ടിരിക്കുകയായിരുന്നു. താഴേക്ക് പോകുന്നുണ്ട്. എന്താണ് സംഭവം പറ്റിയത്? അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുമോ എന്താ പാടാന്ന്. ഓക്കെ, നമുക്കിനി മാർക്ക് അറിയട്ടെ. ഇവർക്ക് അറിയാൻ താല്പര്യമില്ല. നമ്മുടെ ഒരു ഫോർമാറ്റ് എന്ന രീതിയിൽ നമുക്കിത് പറയാം. ഇവിടെ അറിയാൻ താല്പര്യമില്ലേ? പിന്നെ ടോട്ടൽ ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ടീം ബി ആണ് 750 പോയിന്റ്സോടെ വിജയിച്ചിരിക്കുന്നത്. സൂപ്പർ. ടീം എ ടോട്ടൽ നേടിയത് 300 ആണ്. അവർക്ക് നല്ലൊരു കൈയടി. മോയിന്റെ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച ടീം ബിക്ക് കിട്ടുന്നത് ഫോർവിഷ് മാട്രസ് സ്പോൺസർ ചെയ്ത ഒരു ഗംഭീര ഗിഫ്റ്റാണ്. എല്ലാവർക്കുമായിട്ടാണ് കിട്ടുന്നത്. മത്സരത്തിലെ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ടീം എക്ക് ലഭിക്കുന്ന ഓർബിസ് ക്രിയേറ്റീവ്സ് നൽകുന്ന ഒരു കിടിലൻ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ് ടീം എ. മത്സരം അവസാനിക്കുമ്പോൾ പതിവ് പോലെ നമുക്ക് ഇന്നും ഒരു ബെസ്റ്റ് പെർഫോമർ ഉണ്ട്. ദ ബെസ്റ്റ് പെർഫോമർ ഗോസ് ടു ആരാണ്? നീതു. നീതുവിനാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ കിട്ടുന്നത്. സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV ആണ്. കൺഗ്രാറ്റുലേഷൻ. സൂപ്പർ. ഈ സന്തോഷത്തിന് വിസിൽ അടിച്ചാലോ? ശരി, അടിച്ചോ. ഓക്കെ, ഞങ്ങൾക്ക് പോകാനുള്ള സമയമാണ്. This is Boy, it's me, Deepan signing off. And Suraj. Bye bye, good night, love you all.